നിയമസഭയിൽ മന്ത്രി ഗണേഷ് കുമാറിനെ പരസ്യമായി തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിൽ KSRTC ലാഭത്തിലാണ്. അതിന്റെ അഹങ്കാരത്തിൽ സഭയിൽ പലതും ഗണേഷ് കുമാർ വിളിച്ചു പറയുന്നുമുണ്ട്. എന്നാൽ അതിന് അധികം മുതിരണ്ട എന്ന പരസ്യമായ നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചതോടെ ഗണേഷ് കുമാറിന്റെ കുഴി തോണ്ടി എന്ന് പറയേണ്ടി വരും. KSRTCയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയും ഗണേഷ് കുമാറും രണ്ട് തട്ടിലാണ് നിലവിൽ നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. KSRTC നിലവിൽ മികച്ച ലാഭത്തിലാണ് ഓടുന്നത്. കാര്യമായ പരാതികൾ എങ്ങു നിന്നും കേൾക്കാറില്ല. സ്വാഭാവികമായും മന്ത്രിക്ക് ഇതിന്റെ പേരിൽ അഹങ്കാരം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നാൽ തന്റെ തലയ്ക്കു മുകളിൽ ഒരാളും വളരേണ്ട എന്ന ചിന്തയിൽ നിൽക്കുന്ന പിണറായിക്ക് അതൊന്നും അത്ര വേഗം ദഹിക്കില്ല. MLA-മാരും മന്ത്രിമാരും നോക്കി നിൽക്കെ തന്നെ ഗണേഷ് കുമാറിനെ തിരുത്തിയ പിണറായി വിജയൻ ശക്തമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. KSRTCയുടെ റൂട്ടുകൾ സംബന്ധിച്ചുള്ള നയത്തിലാണ് മുഖ്യമന്ത്രി വിയോജിപ്പ് അറിയിച്ചത്. പിന്നാലെ എണീറ്റ മന്ത്രി ഗണേഷ് കുമാർ കാര്യങ്ങൾ വിശദീകരിച്ച് മുഖ്യമന്ത്രിയോട് തെറ്റിദ്ധാരണയാണെന്ന് പറയുകയും ചെയ്തു. KSRTC നഷ്ടത്തിൽ ഓടിയിരുന്നതിന്റെ രഹസ്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗണേഷ് കുമാർ തുടങ്ങിയത്. ഇതോടെ മുഖ്യമന്ത്രി എതിർക്കാനായി തയ്യാറായി കഴിഞ്ഞു. പിന്നാലെ ഗണേഷ് കുമാർ പതിയെ തുടങ്ങി. പ്രൈവറ്റ് ബസിന്റെ മുന്നിൽ കയറി ഓടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു KSRTCക്ക്. പ്രൈവറ്റ് ബസ്സുകൾ പുതിയ ബസ്സുകളായിരിക്കും. അവർ മത്സരിച്ച് ഓടാൻ തയ്യാറാണ്. നമ്മുടെ ഡ്രൈവർമാർ അതിന് തയ്യാറല്ല എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. താൻ മന്ത്രിയായി വന്നപ്പോൾ ആദ്യം തന്നെ ഒരു പോളിസി ഉണ്ടാക്കി. പ്രൈവറ്റ് ബസിന്റെ തലയ്ക്കൽ ഓടുന്ന പരിപാടി നിർത്താമെന്ന് തീരുമാനിച്ചു. അവരുടേത് ഒരു ബിസിനസ്സാണ്. അവർ നികുതി അടയ്ക്കുന്നവരുമാണ്. അവർ അത് നടത്തട്ടെ. KSRTCക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മലയോര മേഖലയിലടക്കം സർവീസ് നടത്തിയപ്പോൾ അവരുടെ കളക്ഷൻ വർദ്ധിച്ചുവെന്നാണ് മന്ത്രി പറഞ്ഞത്. അനാവശ്യമായ അനാരോഗ്യകരമായ മത്സരത്തിന് പോകേണ്ട എന്ന തീരുമാനമാണ് കളക്ഷൻ വർദ്ധിച്ചതിന്റെ രഹസ്യം എന്നുകൂടി ഗണേഷ് കുമാർ പറഞ്ഞതോടെ പിണറായി വിജയന്റെ ടെമ്പർ തെറ്റി എന്ന് പറഞ്ഞാൽ മതി. സ്വകാര്യ ബസ് ഉടമകളും ബസ് ഓടിക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, ടാക്സ് അടയ്ക്കുന്നു. നമ്മളൊരു സൈഡിലൂടെ മുന്നേറുന്നത് കൊണ്ട് ലാഭമുണ്ടാക്കുന്നു എന്നുമാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. ഇതോടെയാണ് മുഖ്യമന്ത്രി ഇടപെട്ടത്. പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലത്ത് KSRTC ബസ് ഓടാതിരിക്കുക എന്നത് മന്ത്രി ഒരു നയമായി പറഞ്ഞത് പിണറായി വിജയന് പിടിച്ചില്ല. അങ്ങനെ ഒരു നയവും സർക്കാരിനില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ പ്രയാസമുണ്ടാക്കും. അനാരോഗ്യകരമായ മത്സരം പാടില്ല എന്നത് ശരിയാണ്. അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ കേരളത്തിൽ പ്രൈവറ്റ് ബസ് ഓടുന്ന റൂട്ടുകളിലും KSRTC ബസ് ഓടുന്നുണ്ട്. അവിടെ നിന്നെല്ലാം KSRTC ബസ് പിൻവലിക്കുക എന്ന നയം സർക്കാരിന് സ്വീകരിക്കാനാകില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത്തരം ഇടപാടുകളിലേക്ക് പോയാൽ അത് വിഷമമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് സഭയിൽ മുഖ്യമന്ത്രി നൽകിയതോടെ ഗണേഷ് കുമാറിന് മിണ്ടാട്ടം മുട്ടി എന്ന് പറയാം. പിന്നാലെ എണീറ്റ മന്ത്രി ഗണേഷ് കുമാർ തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചു. താൻ പറഞ്ഞതിന്റെ അർത്ഥം പ്രൈവറ്റ് ബസ് ഓടുന്ന എല്ലാ സ്ഥലത്തു നിന്ന് മാറിക്കൊടുക്കണം എന്നല്ല. മുഖ്യമന്ത്രിയെ ആദ്യം തന്നെ ഗണേഷ് കുമാർ തിരുത്തി. അങ്ങനെ മാറിക്കൊടുക്കില്ല. പ്രൈവറ്റ് ബസിന്റെ കുത്തക തകർത്താണ് KSRTC മുന്നേറുന്നത്. ബംഗളൂരു റൂട്ടിലൊക്കെ പ്രൈവറ്റ് ബസിനേക്കാൾ കളക്ഷനാണ് KSRTC ഉള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും സഭയിൽ സർക്കാരിലെ രണ്ടു പ്രതിനിധികൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായത് നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. പ്രതിപക്ഷം ശക്തമായ പ്രക്ഷോഭം തീർക്കുന്ന വേളയിലാണ് മുഖ്യമന്ത്രി മറ്റു വകുപ്പുകളിൽ കയറി അഭിപ്രായം പറഞ്ഞത്. നേരത്തെ കൃഷി വകുപ്പിലടക്കം അധികമായി മുഖ്യമന്ത്രി ഇടപെടുന്നു എന്ന ആക്ഷേപം CPI മന്ത്രിമാർ ഉന്നയിച്ചത് നമ്മൾ കണ്ടു. പിന്നാലെ ഇത് CPIക്കുള്ളിൽ ചർച്ചയായതോടെയാണ് മുഖ്യമന്ത്രി അടങ്ങിയത്. വീണ്ടും മറ്റു വകുപ്പുകളിൽ ഇടപെടാൻ വെമ്പൽ കൊള്ളുകയാണ് പിണറായി വിജയൻ എന്ന് തോന്നിപ്പിക്കും രീതിയിലാണ് പെരുമാറ്റം ഉണ്ടാകുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് മറ്റ് ഘടകകക്ഷികളിൽ വലിയ എതിർപ്പുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നും കാണാൻ സാധിക്കും.